രാത്രി ഒരു 11:30 ആയി കാണും. ഫോണൊക്കെ മാറ്റി വെച്ചൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ തുടങ്ങുമ്പോഴാകും നമ്മുടെ തലച്ചോറ് ആ പഴയ ഫയൽ എടുത്തിടുന്നത്. പണ്ട് എപ്പോഴോ ആരോടോ പറഞ്ഞ ഒരു മണ്ടത്തരം, അല്ലെങ്കിൽ നാളെ ഓഫീസിൽ എന്താകുമെന്നുള്ള ഒരു ചിന്ത. തീർന്നു. പിന്നെ ഉറക്കമില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടപ്പാണ്. ഇല്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ചിന്തിച്ചു കൂട്ടും. ഇതാണ് ഓവർ തിങ്കിങ്. ഇതൊരു അസുഖമൊന്നുമല്ല. നമ്മുടെ ബ്രെയിൻ വളരെ ബുദ്ധിപൂർവ്വം നമ്മളെ കൊടുക്കുന്ന ഒരു ട്രാപ്പാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഓവർ തിങ്കിങ് ലൂപ്പിൽ നിന്ന് വളരെ സിമ്പിളായിട്ട് രക്ഷപ്പെടാനുള്ള 5 സയൻറ്റിഫിക് വഴികളാണ്. നമ്മളെല്ലാവരും എപ്പോഴെങ്കിലും ഈ അവസ്ഥയിൽ കൂടി കടന്നു പോയിട്ടുള്ളവരാണ്. വളരെ സിമ്പിളായ ഒരു കാര്യം പറയാം. നമ്മൾ ഒരാൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയക്കുന്നു. അയാൾ അത് കണ്ട് ബ്ലൂ ടിക്കും വന്നു. പക്ഷേ ഒരു റിപ്ലൈയും ഇല്ല. അപ്പോൾ തുടങ്ങും നമ്മുടെ ചിന്ത, അയ്യോ ഞാൻ പറഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ, ഇനി ആൾക്ക് ദേഷ്യം വന്നോ. ഇങ്ങനെ ചിന്തിച്ച് നമ്മൾ ടെൻഷനാകും. അവസാനം കുറച്ച് കഴിയുമ്പോൾ ആളുടെ റിപ്ലൈ വരും, സോറി ഞാൻ വണ്ടിയിലായിരുന്നു എന്ന്. ഈ ഓവർ തിങ്കിങ് ശരിക്കും നമ്മുടെ സമാധാനം കളയുക മാത്രമല്ല, ഒട്ടും യാഥാർത്ഥ്യമല്ലാത്ത പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക കൂടെയാണ്. അപ്പോൾ ഇത് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള 5 വഴികൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ വഴി 5-4-3-2-1 ഗ്രൗണ്ടിങ് ടെക്നിക്. ഇതൊരു കിടിലൻ സൈക്കോളജിക്കൽ ട്രിക്കാണ്. ഇതിൽ നമ്മുടെ 5 സെൻസസ് അഥവാ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നിക്കാണ്. നമ്മളിങ്ങനെ കാട് കയറി ചിന്തിക്കുമ്പോൾ നമ്മൾ വേറെ ഏതോ ലോകത്തായിരിക്കും. ഒന്നുകിൽ പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ. ഇതിനെ പിടിച്ച് പ്രസൻറ്റിലേക്ക് കൊണ്ടുവരാൻ ഇതൊന്ന് ചെയ്തു നോക്കൂ. നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന 5 കാര്യങ്ങൾ എണ്ണുക. അതിപ്പോൾ മുറിയിലെ ജനലാകാം, കർട്ടനാകാം, ചുമരിലെ ക്ലോക്ക് ആകാം, അങ്ങനെ എന്തുമാവാം. പിന്നെ നിങ്ങൾക്ക് തൊട്ടു നോക്കാൻ പറ്റുന്ന 4 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളിരിക്കുന്ന കസേരയുടെ തണുപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഷർട്ട്, അങ്ങനെ. കേൾക്കാൻ പറ്റുന്ന 3 ശബ്ദങ്ങൾ, ഫാനിൻ്റെ കറക്കം, ദൂരെ പോകുന്ന വണ്ടിയുടെ ശബ്ദം എന്നിങ്ങനെ. മണക്കാൻ പറ്റുന്ന 2 കാര്യങ്ങളും, അവസാനം ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യം എന്നിങ്ങനെ ചെയ്തു നോക്കുക. ഇത് ചെയ്ത് തീരുമ്പോഴേക്കും നിങ്ങളുടെ ബ്രെയിൻ ആ പഴയ ചിന്തകൾ വിട്ടിട്ട് ചുറ്റുപാടിലേക്ക് ഫോക്കസ് ചെയ്തു തുടങ്ങും. വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ട്രിക്കാണിത്. ഇനി രണ്ടാമത്തെ വഴി, ചിന്തിക്കാനായിട്ട് ഒരു സമയം കണ്ടെത്തുക. നമ്മൾ ഭക്ഷണം കഴിക്കാനും റീൽസ് കാണാനും ഒക്കെ സമയം കണ്ടെത്താറില്ലേ? അതുപോലെ നമ്മുടെ ഈ ചിന്തകൾക്കും ഒരു സമയം കൊടുക്കുക. ദിവസത്തിലൊരു 15 മിനിറ്റ് ഫിക്സ് ചെയ്യുക. ഉദാഹരണത്തിന് വൈകുന്നേരം ഒരു 6 മണി മുതൽ 6:15 വരെ. പകൽ സമയത്ത് എന്തെങ്കിലും ഒരു നെഗറ്റീവ് ചിന്ത വന്നാൽ സ്വയം പറയുക, ഇതിപ്പോൾ ചിന്തിക്കാൻ എനിക്ക് സമയമില്ല. ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ ഞാൻ വൈകുന്നേരം 6 മണിക്ക് കൃത്യമായി ചിന്തിച്ചോളാം എന്ന്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ആ 6 മണി ആകുമ്പോഴേക്കും ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം പകുതിയായി കുറഞ്ഞിട്ടുണ്ടാകും. നമ്മൾ നമ്മുടെ ബ്രെയിനിന് ഒരു ബൗണ്ടറി കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. മൂന്നാമത്തെ വഴി, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഓവർ തിങ്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ 90% ശരിക്കും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി നമ്മൾ വെറുതെ പേടിക്കുകയാണ്. അതുകൊണ്ട് ഒരു ചിന്ത വരുമ്പോൾ സ്വയം ചോദിക്കുക, ഇത് സത്യമാണോ അതോ എൻ്റെ വെറുതെയുള്ള പേടിയാണോ? ഉദാഹരണത്തിന്, എനിക്ക് എൻ്റെ ജോലി പോകും എന്ന് വെറുതെ ചിന്തിക്കുന്നത് ഭയമാണ്. പക്ഷേ കഴിഞ്ഞ മാസം എനിക്ക് കമ്പനിയിൽ നിന്ന് വാർണിംഗ് കിട്ടി എന്നത് സത്യമാണ്. മിക്കവാറും നമ്മുടെ പ്രശ്നങ്ങൾ വെറും ഭയം മാത്രമായിരിക്കും. അത് തിരിച്ചറിയുമ്പോൾ തന്നെ വലിയ ഒരു ആശ്വാസം കിട്ടും. ഇനിയാണ് 4ാമത്തെ വഴി, ബ്രെയിൻ ഡംപിങ്. നമ്മൾ രാത്രി കിടക്കുമ്പോൾ നാളത്തെ കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ അടിക്കാറില്ലേ? നാളെ രാവിലെ ആർക്കോ പൈസ അയക്കണം, ബാങ്കിൽ പോകണം എന്നൊക്കെ. ഇങ്ങനെ ചെയ്തു തീർക്കാത്ത കാര്യങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാൻ ബ്രെയിനിന് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ബ്രെയിൻ ഡംപിങ്. ഒരു പേപ്പറും പെന്നും എടുക്കുക. നാളെ ചെയ്യാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ടെൻഷനുകളൊക്കെ അതിൽ എഴുതി വയ്ക്കുക. ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാകും, ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ സുരക്ഷിതമായി എവിടെയോ സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഞാൻ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതോടെ ബ്രെയിൻ റിലാക്സ്ഡ് ആവും. നിങ്ങൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാനും പറ്റും. ഇനിയാണ് 5ാമത്തെ വഴി, പാറ്റേൺ ഇൻറ്ററപ്ഷൻ. ഒരുപാട് നേരം ഒരേ സ്ഥലത്തിരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊരു ലൂപ്പിൽ പെട്ടുപോകും. ഒരു സോഫയിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ മൂലയിലിരുന്നാവും നമ്മൾ ഈ ചിന്തകൾ മുഴുവൻ ചിന്തിച്ചു കൂട്ടുന്നത്. ഇത് ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി നമ്മുടെ ആ ഇരിപ്പൊന്ന് മാറ്റുക എന്നാണ്. ചിന്തിച്ച് തല പുകയുമ്പോൾ അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുക, പുറത്തേക്ക് ഒന്ന് നടക്കുക, അല്ലെങ്കിൽ
പോയി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ശരീരത്തിന് ഇങ്ങനെ പെട്ടെന്നൊരു അനക്കം കൊടുക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിലെ ആ ചിന്തകളുടെ ലൂപ്പ് പെട്ടെന്ന് കട്ടാകും. വളരെ സിമ്പിളാണ്, പക്ഷെ അത്രത്തോളം പവർഫുള്ളാണ് ഈ ഫിസിക്കൽ റീസെറ്റ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സംസാരിച്ചത് ഒന്ന് പെട്ടെന്ന് നോക്കാം. ചിന്തകൾ കാട് കയറുമ്പോൾ ഇപ്പോഴത്തെ സമയത്തേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഇത് ഉപയോഗിക്കുക. ചിന്തിക്കാൻ വേണ്ടി മാത്രം ദിവസത്തിൽ കുറച്ച് സമയം മാറ്റിവെക്കുക. നിങ്ങളെ അലട്ടുന്നത് സത്യമാണോ അതോ വെറും പേടിയാണോ എന്ന് സ്വയം ചോദിക്കുക. മനസ്സിലുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. ചിന്തിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മാറി എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുക. ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മുടെ ഭാവനയെ നമ്മൾ തെറ്റായ ദിശയിലേക്ക് ഉപയോഗിക്കുന്നതാണ്. ആ ഭാവനയെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിട്ടാൽ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ ശക്തി. ഇനി നിങ്ങൾ പറയൂ, നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ എപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും ചിന്തിച്ചു കൂട്ടി ടെൻഷൻ അടിക്കുന്ന നിങ്ങളുടെ ആ സുഹൃത്തിനോ ബന്ധുവിനോ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. മറ്റൊരു നല്ല വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.